ഹലോ ഗായ്സ്, അപ്പം ഞാൻ റെഡിയായി റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഊബറിൽ റെയിൽവേ സ്റ്റേഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ബാഗ് എന്ന് പറയുന്നത് എൻ്റെ സാധനങ്ങളാട്ടോ, പഠിക്കാനുള്ള പുസ്തകം, പിന്നെ സ്വാഭാവികമായിട്ടും അറിയാമല്ലോ കഴുകാത്ത കുറച്ച് തുണി, മേക്കപ്പ് സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഊബറിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാം ഞാൻ ട്രെയിനിൻ്റെ സമയം നോക്കിയാണ് പോകുന്നത്. അങ്ങനെ അവസാനം റെയിൽവേ സ്റ്റേഷനിൽ എത്തി ടിക്കറ്റ് എടുത്തിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ട്രെയിൻ വന്നപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു. എവിടെ കയറും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇങ്ങനെ പതിയെ നടന്നപ്പം ട്രെയിൻ വിടാൻ പോകുന്നത്. പിന്നെ ഞാൻ ഓടി. എന്താണെന്നറിയില്ല, ഞാൻ എപ്പോൾ ട്രെയിൻ കയറാൻ വന്നാലും ഇതാണ് എൻ്റെ അവസ്ഥ. ഞാൻ ഒരു ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് കണ്ട് എന്നാൽ പിന്നെ അതിനകത്തങ്ങ് കയറി. അതിനകത്ത് കയറാൻ പോയപ്പോൾ ഒരു ചെറുക്കൻ അവിടെ നിൽക്കുന്നു. പിന്നെ അങ്ങോട്ട് മാറുന്നു പറഞ്ഞ് ഞാനങ്ങ് കയറി. പിന്നെ കുറച്ച് ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോകാമെന്ന് വെച്ച് കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന അവസാനം ട്രെയിൻ വിട്ട്. സന്ധ്യ ആയതുകൊണ്ട് തന്നെ നല്ല കുറേ വ്യൂസ് കിട്ടിയതിന്. പിന്നെ ദേ ഈ കാണുന്ന പള്ളി ഉണ്ടല്ലോ, ഈ പള്ളി എനിക്ക് അറിയില്ല ഗൈസ്, നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേരേ. പിന്നെ കുറച്ച് നേരം കണ്ണാടിയൊക്കെ കണ്ടപ്പോഴത്തേക്കും പിന്നെ കുറച്ച് മിറർ സെൽഫി ഒക്കെ എടുക്കാമെന്ന് വെച്ച് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ അങ്ങനെ അവസാനം കായംകുളം എത്തി ഗൈസ്. അങ്ങനെ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും സാധനം എന്തിനാണോ ഞാൻ കൊണ്ടുവന്നത്. പിന്നെ എനിക്കൊന്നും കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ അങ്ങനെ ഗൈസ്, അച്ഛനാണ് നടന്നു വരുന്നത്. ഇത്രയും സാധനങ്ങൾ എന്തിനാ കൊണ്ടുവന്നേന്നുള്ള ചോദ്യത്തിനാണ് ഈ വന്ന് നിൽക്കുന്നത്. ഇങ്ങനെ എന്നെ ചോദിക്കും, എനിക്കറിയാം. അവസാനം ബാഗെല്ലാം പറക്കി അച്ഛൻ്റെ കൊടുത്തിട്ട് ഞാനിങ്ങനെ പതിയെ നടക്കുക. അങ്ങനെ ഞാനും അച്ഛനും വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. വീട്ടിൽ എത്തിക്കഴിയുമ്പോൾ ഒരു സർപ്രൈസ് ഉണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.